നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് അവസാന ഘട്ട പരീക്ഷ എഴുതുന്നവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് PSC അടുത്തിടെ ചോദിച്ച പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളിലൂടെ. അപ്പൊ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ശരിയാണ്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. ശരിയാണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം 1947 ഓഗസ്റ്റ് 15 ചേർന്നു എന്നതാണ്. അത് തെറ്റ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ കറക്റ്റ് ആക്കാം? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന 1946 ഡിസംബർ 9. അങ്ങനെയാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് എന്ന 1946 ഡിസംബർ മാസം 23. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര വനിതകൾ പങ്കെടുത്തു? 9 വനിതകൾ പങ്കെടുത്തു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര? 389. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിനു ശേഷം 389 നിന്നും അത് എത്രയായി ചുരുങ്ങി? 299 ചുരുങ്ങി. 299 തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം. അതിൽ ഇനി വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതകളുടെ എണ്ണം ചോദിച്ചാൽ 15. ഭരണഘടനാ നിർമ്മാണ സഭ 1946 ഡിസംബർ 9 ആദ്യത്തെ യോഗം ചേർന്നത് എന്ന് പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനാ നിർമ്മാണ സഭ എന്ന നിലയിൽ സമ്മേളിച്ചത് എന്നാണ്? 1947 ഓഗസ്റ്റ് മാസം 14 ഇനി ഒരു 20 മുൻവർഷ ചോദ്യം പിടിച്ചോളൂ. നാം ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 21. സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? കൊണാർക്കിലാണ് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭാരതത്തിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയുടെ പേരെന്താണ്? ഭാരതരത്നം. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഐക്യരാഷ്ട്ര സംഘടന ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ലോക അഹിംസാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളായ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ മുതലായ പരീക്ഷകളുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസുകളിലാണ് എല്ലാ ബാച്ചും ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാച്ചസ് ഏതൊക്കെയാണെന്ന് പറയാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, 10th മെയിൻസ്. ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് 10th മെയിൻസ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാവുന്ന കുറെ പോസ്റ്റുകളാണ് 10th മെയിൻസിലുള്ളത്. സെക്രട്ടേറിയറ്റ്, OA, സ്റ്റോർ കീപ്പർ, പിയൂൺ മുതലായ പോസ്റ്റുകൾ. പിന്നെ ഇനി വരാനിരിക്കുന്ന കമ്പനി, LGS, ബെവ്കോ, LD, VFA എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10th പ്രിലിംസിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ 10th പ്രിലിംസ് ഈ കഴിഞ്ഞ ഘട്ടങ്ങളുടെ എല്ലാത്തിന്റെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ എല്ലാ കോഴ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ മാത്രമല്ല ബാക്കി PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT ഓൾറെഡി ഉണ്ട്, പുതിയ SCRT 5, 7, 9 ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കോഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫുൾ സിലബസ് കവറേജും, ഷോർട്ട് കറണ്ട് അഫയേഴ്സും, മന്ത്ലി കറണ്ട് അഫയേഴ്സും, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും, പുതിയ SCRT, പഴയ SCRT, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GKയും എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. എന്നോട് ഡയറക്ട്ലി നിങ്ങൾക്ക് ചോദിച്ച് ഓരോ ക്ലാസ്സും കണ്ടിട്ട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും പറ്റും. എല്ലാ ക്ലാസ്സുകളും ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് വരുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് നിങ്ങൾ കയറി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും തുടക്കക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ബേസ് ലെവൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ഓൾറെഡി PSC പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ആര് വേണമെങ്കിലും നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.
3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിലാണ് ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥാനം വീർഭൂമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വീർഭൂമി. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം ഏതാണ്? കന്യാകുമാരിയാണ്. കന്യാകുമാരി. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാ? നബാർഡാണ്. നബാർഡ്. ഇനി സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. നിയമിതമായ വർഷം 1948. മലാലയോടൊപ്പം നൊബേൽ സമ്മാനം പങ്കിട്ട ഇന്ത്യക്കാരൻ ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥി. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഏതാ? 1915 ആണ്. 1915. ദേശീയ വൃക്ഷം, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാ? പേരാലാണ്. അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓപ്ഷൻ എ തന്നെ അരയാൽ എന്ന് തന്നിരിക്കും. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? പേരാലാണ്. പേരാൽ. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? മദർ തെരേസ. ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി ഏതാ? കൽക്കട്ട ഹൈക്കോടതിയാണ്. കൽക്കട്ട ഹൈക്കോടതി. CV രാമന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏത്? 1930. 1930 CV രാമന് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇന്ത്യൻ രൂപയ്ക്ക് രൂപകൽപ്പന അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഡിസൈൻ ചെയ്ത വ്യക്തി ആരാണ്? D. ഉദയകുമാർ ആണ്. D. ഉദയകുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഏതാ? ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ഇത്രയും ഫാക്ട്സ് ഒറ്റ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം: നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേരെന്താ? എന്റെ കൂട് എന്ന പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പാണ്. കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലായിട്ടാണ് എന്റെ കൂട് പദ്ധതി നടപ്പിലാക്കുന്നത്. മഹിളാ മന്ദിരം എന്താണ്? വിധവകൾ, വിവാഹമോചിതർ, ഉപേക്ഷിക്കപ്പെട്ടവർ, 18 വയസ്സിന് മുകളിലുള്ള അഗതികൾ, നോക്കാൻ ആരുമില്ലാത്ത സ്ത്രീകൾ എന്നിവരെ താമസിപ്പിക്കാനുള്ള ക്ഷേമ സ്ഥാപനമാണേത്? മഹിളാ മന്ദിരം. എന്താണ് എന്റെ വീട് എന്ന പദ്ധതി? സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ OBC വിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതരായ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ വായ്പാ പദ്ധതിയാണ് എന്റെ വീട്. ചിൽഡ്രൻസ് ഹോം എന്താ? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളുടെ ആത്യന്തിക ക്ഷേമം ലക്ഷ്യമിടുന്ന സ്ഥാപനമാണ് ചിൽഡ്രൻസ് ഹോം. ഓക്കെ, ഇനി ഒരു 20 മുൻവർഷ ചോദ്യം പിടിച്ചോളൂ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ബ്രഹ്മോസ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ശിവദാണു പിള്ളയാണ്. വാട്ടർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാ? രാജേന്ദ്ര സിംഗ് ആണ്. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സലീം അലി. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ്. അപ്പോൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ആരാ? ടെസി തോമസ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശിവൻ. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാ? വർഗീസ് കുര്യൻ. ഇനി ആരുടെ ചരമദിനമാണ് ഭീകര പ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധിയുടേതാണ്. രാജീവ് ഗാന്ധി. ഭാരതി ശിവജി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടം. പ്രീവിയസ് ആണേ, മോഹിനിയാട്ടം. ഡയമണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? റിഗർ മണ്ണ് അല്ലെങ്കിൽ ചെർണോസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993 ആണ്. 1993. ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ് നടക്കുന്നത്? പ്രീവിയസ് ആണ്, നാഗാലാൻഡിലാണ് നടക്കുന്നത്. നാഗാലാൻഡ്. എലിഫന്റ് ഫെസ്റ്റിവലോ? രാജസ്ഥാനിലാണ് നടക്കുന്നത്. രാജസ്ഥാൻ. രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ എവിടെ നടക്കുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഒഡീഷയിലാണ് നടക്കുന്നത്. പാരാദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഒഡീഷയിലാണ് പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം ഏതാണ്?
1969. ഇനി ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1951. 1951. അടുത്ത ചോദ്യം, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം ഏതാ? 1956 നവംബർ മാസം 1-നാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം ഏതാ? 1967 സെപ്റ്റംബർ മാസമാണ്. ഏറ്റവും അവസാനമായി ബോർഡ് പുനഃസംഘടിപ്പിച്ച വർഷം ഏതാണ്? 2016 2016. ഇനി നിലവിലെ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. പിണറായി വിജയൻ. ഓക്കെ. ഇനി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രയാണ്. ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ടത് 1953 ഒക്ടോബർ മാസം 1-നാണ്. 1948 നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? SK ധർ ആയിരുന്നു. SK ധർ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3. ആരൊക്കെയായിരുന്നു ആ 3 പേർ? ഫസൽ അലി, സർദാർ KM പണിക്കർ, ഹൃദയനാഥ് ഖുൻസ്രു എന്ന HN ഖുൻസ്രു. ഇതിൽ മലയാളി ആരായിരുന്നു? സർദാർ KM പണിക്കരായിരുന്നു. സർദാർ KM പണിക്കർ. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഫസൽ അലി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 7ാം ഭേദഗതി. 7ാം ഭേദഗതി. പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിളുകൾ നിങ്ങൾ നോക്കി വെച്ചേക്കണം. ആർട്ടിക്കിൾ 14 നിയമസമത്വം. ആർട്ടിക്കിൾ 15 എന്താ? വർണ്ണവിവേചനത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 16 പൊതുനിയമനങ്ങളിലെ അവസര സമത്വം. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 18 എന്താണ്? ബഹുമതികൾ നിർത്തലാക്കൽ. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യം. മൗലിക സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണം. ഇനി നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ്, ആർട്ടിക്കിൾ 44 എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 44 ഓർക്കുക. ഇനി മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏത്? ഭാഗം 3. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 61ാം ഭരണഘടനാ ഭേദഗതി. വർഷം 1988. നിലവിൽ വന്നത് 1989-ലാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ജീവനെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 21. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണെന്ന് ഓർക്കുക. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏത്? 1978 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാ? 1950 മാർച്ച് മാസം 15. 1950 മാർച്ച് മാസം 15. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. ഇനി നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? പ്ലാനിംഗ് കമ്മീഷന് പകരം 2015 ജനുവരി 1 മുതലാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ ചെയർമാനും നിലവിലെ ചെയർമാനും ആര് തന്നെയാണ്? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. സംസ്ഥാനങ്ങളിൽ പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1967. 1967. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? മൊണ്ടേക് സിംഗ് അലുവാലിയ. മൊണ്ടേക് സിംഗ് അലുവാലിയ. ഇനി പ്ലാനിംഗ് എന്നത് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ 100-ലധികം മുൻവർഷ ചോദ്യങ്ങൾ PSCയുടെ ആവർത്തന ചോദ്യങ്ങളാണ് ഒരൊറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. എത്രയും വേഗം നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഇനിയും താമസിക്കരുത്. എത്രയും പെട്ടെന്ന് പഠിച്ച് അത്രയും കൂടുതൽ ടൈം നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ടും കൂടി ഉപയോഗിക്കണം. അതിനുവേണ്ടി നേരത്തെ അഡ്മിഷൻ എടുത്തോളാം. ഓക്കെ. ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.